ഹലോ ഗായ്സ്, ഒട്ടും അങ്ങോട്ട് കഷ്ടപ്പെടാനും വയ്യ എന്നാൽ നല്ല ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്നെപ്പോലെ നിങ്ങളും? ഞാൻ ഇന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇത്. കൂളവധിയുള്ള ദിവസങ്ങളിൽ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് ലേറ്റായിട്ട് അടുക്കളയിൽ ചെന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു മനോഭാവമാണ്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ഇന്ന് എൻ്റെ തലയിൽ പെട്ടെന്ന് ഉദിച്ചത് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ അലങ്കരിക്കാനുള്ള ഉള്ളിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചു. പിന്നെ ഇതേ എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മീഡിയം സൈസിലുള്ള 2 സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ആ വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഉള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള സാധനം ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 3, ചെറിയ തക്കാളി ആണെങ്കിൽ 4 എന്നുള്ള കണക്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വഴന്നു വരുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന 2 കപ്പ് അരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 കപ്പ് അരിക്കാണ് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കാം. കുക്കർ ഓഫ് ചെയ്ത ശേഷം അത്യാവശ്യം നല്ല ക്ഷമ വേണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി പ്രഷർ ചെക്ക് ചെയ്താൽ ഇതേപോലെ കൈ പൊള്ളിയെന്നിരിക്കും. ഇങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾക്ക് കൈക്ക് പകരം സ്പൂണ്, തടി, തവി, പിച്ചാത്തി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പ്രഷർ മൊത്തത്തിൽ പോയെന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ കുക്കർ തുറന്നപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു സ്മെല്ല് ഇങ്ങോട്ട് വന്നു കേട്ടോ. നേരത്തെ അരിഞ്ഞും വറുത്തും വെച്ചിരുന്ന അലങ്കാര വസ്തുക്കൾ കൂടി അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഞാൻ പെതുക്കെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ സ്പീഡിൽ മിക്സ് ചെയ്യുന്നതാണെന്ന് തോന്നും. ഇങ്ങനെ കുത്തി ഇളക്കരുത്, പെതുക്കെ മിക്സ് ചെയ്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ഷമ വേണം, ക്ഷമ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിൽ ഇതേപോലെ കുറച്ച് സാഹസങ്ങൾ കാണിച്ചെങ്കിൽ 1-2 പ്രാവശ്യം അത് ഫെയിലായി. പക്ഷേ 3ാമത്തെ പ്രാവശ്യം അത് സക്സസ് ആയി കേട്ടോ. അപ്പോൾ ലുക്കിലും ടേസ്റ്റിലും സംഭവം പൊളിയായിരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.